നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിലെ പഞ്ചപ്രയാഗുകളെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിലൊന്നാണ് രുദ്രപ്രയാഗ്. മഹാദേവൻ്റെ രുദ്രാവതാരവുമായി ബന്ധപ്പെട്ടാണ് ഈ നഗരത്തിന് രുദ്രപ്രയാഗ് എന്നൊരു പേര് വന്നത്. ഗഡ്വാൾ മേഖലയിലെ ശ്രീനഗറിൽ നിന്നും 31 കിലോമീറ്റർ അകലെയായി ബദരീനാഥ് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ നദിയും കേദാർനാഥിലെ ചോരാബാരി തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന മന്ദാകിനി നദിയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപുരാതന നഗരം. പഞ്ചപ്രയാഗുകളിൽ 4ാമത്തേതാണിത്. ഇവിടെ നഗരത്തിൽ നിന്ന് അല്പം മാറി അളകനന്ദയുടെ തീരത്തായി കോടേശ്വർ മഹാദേവ് എന്നൊരു ഗുഹാക്ഷേത്രമുണ്ട്. പുരാണ പ്രാധാന്യവും അതിശയകരമായ ഹിമാലയം ഭൂപ്രകൃതിക്കും നടുവിലുള്ള ഈ പ്രദേശവും ഇവിടുത്തെ നിഗൂഢമായ ഈ ഗുഹാക്ഷേത്രവും തീർച്ചയായും ചരിത്രാന്വേഷികളും പ്രകൃതി സ്നേഹികളും ഒരു വട്ടമെങ്കിലും സന്ദർശിക്കേണ്ടതാണ്. എന്താ കൂടുതൽ പറയുക, അത്ര മനോഹരമായൊരു പ്രദേശമാണിത്. നമുക്കിവിടെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും കൂടുതലായി ഒന്ന് മനസ്സിലാക്കാം. ഇത്തവണത്തെ ഉത്തരാഖണ്ഡ് യാത്രക്കിടയിലാണ് രുദ്രപ്രയാഗം ഒന്ന് സന്ദർശിച്ചത്. കേദാർനാഥിലേക്കും ബദരീനാഥിലേക്കും വഴി തിരിഞ്ഞു പോകുന്നത് ഇവിടെ നിന്നുമാണ്. ബദരി റൂട്ടിലേക്ക് വരുമ്പോൾ അളകനന്ദയ്ക്ക് കുറുകെയുള്ള പാലം കടന്ന് വലത്തേക്ക് തിരിഞ്ഞു വേണം കോടേശ്വർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്താൻ. കൂടുതലും ബദരീനാഥ് കേദാർനാഥ് യാത്രികരാണ് ഇവിടെ എത്തുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി വളരെ ശാന്തമായൊരു സ്ഥലമാണിത്. ക്ഷേത്രത്തിലേക്കുള്ള പാതയുടെ തുടക്കത്തിലായി ഒരു ഗോപുരവും ക്ഷേത്രവിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ശിലാഫലകവും കാണാം. ഗോപുരം കടന്ന് അകത്തേക്ക് ചെന്നാൽ പാതയുടെ ഇരുവശത്തുമായി കച്ചവടക്കാരും പൂജാസാധനങ്ങൾ വിൽക്കുന്നവരുമൊക്കെ നിരന്നിരിപ്പുണ്ട്. ഇവിടെ നിന്നും കഷ്ടിച്ച് ഒരു 1/2 കിലോമീറ്റർ ഇടുങ്ങിയ പാതയിലൂടെ താഴേക്ക് പോകണം. ഈ പാതയിലൂടെ താഴേക്ക് നടക്കുമ്പോൾ മറുവശത്തായി പച്ചപ്പ് നിറഞ്ഞ മലനിരകളുടെയും താഴെക്കൂടി ഒഴുകുന്ന അളകനന്ദ നദിയുടെയുമൊക്കെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ചാരുബെഞ്ചുകളുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വഴിയുടെ ഒരു വശം മുഴുവനും ഉയർന്ന പാറക്കെട്ടുകളാണ്. വഴിയിൽ മുഴുവനും തറയോടുകൾ പാകി സുരക്ഷാവേലികളും തീർത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് താഴേക്കെത്തി. ഈ ഭാഗത്തായി ഒരു ആശ്രമവും ഒരു ക്ഷേത്രവും ഒക്കെയുണ്ട്. ചുറ്റിനും വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. അളകനന്ദയുടെ തീരത്തേക്ക് കുറച്ച് പടികൾ ഇറങ്ങി ചെല്ലണം. 2 ഭാഗത്തുമായി ചെറിയ ശ്രീകോവിലുകളും മതിലിൻ്റെ ഭിത്തികളിൽ മനോഹരമായ ചിത്രങ്ങളുമൊക്കെ കാണാം. വശങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന മണികൾ ഓരോന്നും മുഴക്കി കയറി വരുന്ന ഒരു തീർത്ഥാടകയെയും കണ്ടു. അളകനന്ദയുടെ തീരത്തായി വിശാലമായൊരു സ്നാനഘട്ടുണ്ട്. മുകളിലായി ഒരു മണ്ഡപവും. 2 കുന്നുകളുടെ ഇടയിലൂടെ അളകനന്ദ ഒഴുകി വരുന്ന മനോഹരമായൊരു കാഴ്ച. തികച്ചും പ്രകൃതിദത്തമായൊരു അന്തരീക്ഷം. നദിയിൽ ശക്തമായ ഒഴുക്കാണ്. പിടിച്ചിറങ്ങാൻ പ്രത്യേകം ചങ്ങലകളും സുരക്ഷാവേലികളുമൊക്കെ കാണാം. തലേന്ന് ശക്തമായ മഴയുണ്ടായിരുന്നുകൊണ്ടാവും ഒരു ചെളി കലർന്ന നിറമാണ് നദിയിലെ ജലത്തിന്. ചുറ്റുമായി കിഴുക്കാന്തൂക്കായ പാറക്കെട്ടുകളാണ്. ഈ ഘട്ടിൻ്റെ ഇടതുവശത്തായി ഒരു പാറയുടെ അടിയിലുള്ള ഗുഹാന്തർഭാഗത്താണ് കോടേശ്വർ മഹാദേവൻ കുടികൊള്ളുന്നത്. ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകളൊന്നും പകർത്തിയില്ല. എനിക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നുമില്ല. നമ്മൾ വിശ്വാസിയോ അവിശ്വാസിയോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെയും സ്വകാര്യതയ്ക്കും അവിടുത്തെ പ്രത്യേകതകളും ആചാരങ്ങളെയും ഒക്കെ മാനിക്കുക തന്നെ വേണം. ചില കാഴ്ചകൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാകാവൂ. ഗുഹയുടെ കുറച്ച് ഉൾഭാഗത്തായിട്ടാണ് ശ്രീകോവിൽ. പ്രകൃതിദത്തമായൊരു ശിവലിംഗമാണ്. ഒരു ചെറിയ വിളക്ക് മാത്രം മുനിഞ്ഞു കത്തുന്നുണ്ട്. വളരെ ആഴത്തിൽ ആത്മീയമായൊരു ശക്തിവിശേഷം കുടികൊള്ളുന്ന ഗുഹാന്തർഭാഗം. അകത്തെ തണുത്ത വായുവും പുറത്തെ നദിയുടെ ശബ്ദവും ഈ ഗുഹയ്ക്കുള്ളിൽ നിഗൂഢമായൊരു പ്രകമ്പനമാണ് ഉണ്ടാക്കുന്നത്. വെറുതെ ഒരു 10 മിനിറ്റ് ഇവിടെ കണ്ണടച്ചിരുന്നാൽ തന്നെ നമ്മൾ ധ്യാനാവസ്ഥയിലായി പോവും. ഗുഹയ്ക്കുള്ളിൽ പ്രകൃതിദത്തമായ ശിവലിംഗങ്ങളും മറ്റു ചില ദേവതാരൂപങ്ങളും ഒക്കെ കാണാം. മഹാദേവൻ അഭിഷേകപ്രിയനുമാണല്ലോ. ഗുഹയുടെ മുകളിൽ നിന്നും എപ്പോഴും ചെറുതായി വെള്ളം വീണുകൊണ്ടേയിരിക്കും. ചുണ്ണാമ്പുകല്ലുകളാണ് കൂടുതലും. ഇവയിൽ വെള്ളം ലയിക്കുമ്പോൾ രൂപം കൊള്ളുന്ന നിക്ഷേപങ്ങൾ ഗുഹയുടെ മുകളിലായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ഇവ താഴേക്ക് വീണ് രൂപം കൊണ്ടതാവാം ഇവിടെ കാണുന്ന പ്രകൃതിദത്തമായ ശിവലിംഗങ്ങൾ. ശ്രാവണമാസത്തിലും മഹാശിവരാത്രി സമയത്തുമാണ് ഇവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നിലവിലുള്ള ഒരു ഐതിഹ്യം ഇതാണ്.
കേദാർനാഥിലേക്കുള്ള യാത്രാമധ്യേ മഹാദേവൻ ഇവിടെ വിശ്രമിച്ചിരുന്നു അത്രേ. ഐതിഹ്യപ്രകാരം സകലതും തൊട്ട് വെണ്ണീറാക്കാൻ തക്ക ശക്തിയുള്ള ഭസ്മാസുരനിൽ നിന്നും രക്ഷപ്പെട്ട് വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മഹാദേവൻ ഈ ഗുഹയിൽ താമസിച്ചിരുന്നു അത്രേ. പിന്നീട് വിഷ്ണു ഭഗവാൻ ഭസ്മാസുരനെ വധിക്കുന്നതുവരെ മഹാദേവന്റെ വാസം ഇവിടെ ആയിരുന്നു എന്നാണ് വിശ്വാസം. കോടി രുദ്രന്മാരുടെ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണത്രേ കോടേശ്വർ എന്നൊരു പേര് വന്നത്. കോടേശ്വർ മഹാദേവനെ പറ്റി വേറെയും കഥകളുണ്ട്. ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് പാലാഴി മഥനത്തിനിടയിൽ ഉയർന്നു വന്ന ഹലാഹലം എന്ന കൊടും വിഷം മഹാദേവൻ പ്രപഞ്ചത്തെ രക്ഷിക്കാനായി ഭക്ഷിക്കുന്ന ഒരു കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ വിഷത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ മഹാദേവൻ ഹിമാലയത്തിൽ പല സ്ഥലങ്ങളിലും എത്തുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു അത്രേ. അതിലൊന്ന് ഈ കോടേശ്വർ ഗുഹയായിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥിലേക്ക് പോകുന്നതിന് മുൻപ് ഭഗവാൻ ഈ ഗുഹയിൽ വിശ്രമിച്ചിരുന്നുവെന്നും കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ സാന്നിധ്യം ഇവിടെ കൂടുതലായി ഉണ്ട് എന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. സ്നാനഘട്ടിൻ്റെ മുകളിലായി ഒരു ഭൈരവമൂർത്തിയുടെ പ്രതിഷ്ഠയും കാണാം. ഇത്രയുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ജില്ലാ ആസ്ഥാനമായതുകൊണ്ട് തന്നെ വളരെ തിരക്കേറിയ ഒരു നഗരമാണ് രുദ്രപ്രയാഗ്. പുരാതന ക്ഷേത്രങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനുമൊക്കെ പേരുകേട്ട ഒരു നഗരം. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് സംഗീതത്തിൻ്റെ നിഗൂഢതകളിൽ പ്രാവീണ്യം നേടുന്നതിനായി നാരദ മഹർഷി മഹാദേവനെ കഠിന തപസ് ചെയ്യുകയും മഹാദേവൻ രുദ്രാവതാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് നാരദ മഹർഷിയെ വീണ നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത സ്ഥലമാണിതെന്നാണ്. മഹാഭാരതത്തിലെ കൗരവ പാണ്ഡവ കഥകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു നൃത്തരൂപമായ പാണ്ഡവ നൃത്തവും ഈ ജില്ലയിലെ പ്രദേശവാസികൾക്കിടയിൽ പ്രസിദ്ധമാണ്. ചരിത്രപരമായ വസ്തുതകൾ അനുസരിച്ച് രുദ്രപ്രയാഗ് ആദ്യം നാഗരാജവംശവും പിന്നീട് പാർമർ രാജവംശവും ഭരിച്ചു. 1804 ഈ പ്രദേശം ഗൂർഖകളുടെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരും രാജ സുദർശൻ ഷായും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാവുകയും ഗഡ്വാളിൻ്റെ ഒരു ഭാഗം സുദർശൻ ഷായ്ക്ക് നൽകുകയും ചെയ്തു. ഇതാണ് തെഹരി നാട്ടുരാജ്യമായി പിന്നീട് മാറിയത്. ഈ രുദ്രപ്രയാഗിൻ്റെ ഭൂരിഭാഗവും തെഹരി ഗഡ്വാളിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് 1977 രുദ്രപ്രയാഗ് ഒരു പ്രത്യേക ജില്ലയായി മാറി. പ്രകൃതി ഭംഗിയും ആത്മീയതയും ചരിത്രവും എല്ലാം ഒത്തുചേരുന്ന ഒരു പ്രദേശമാണ് രുദ്രപ്രയാഗ്. കേദാർനാഥ്, ത്രിയുഗി നാരായൺ, ഓംകാരേശ്വര ക്ഷേത്രം, മധ്യമഹേശ്വർ, തുംഗനാഥ്, രുദ്രനാഥ്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുരുകക്ഷേത്രമായ കാർത്തിക് സ്വാമി എന്നിങ്ങനെ ഉത്തരാഖണ്ഡിലെ ഒരുവിധം പ്രധാന ക്ഷേത്രങ്ങളെല്ലാം ഈ രുദ്രപ്രയാഗ് ജില്ലയിൽപ്പെട്ടതാണ്. ഇതുപോലുള്ള 100 കണക്കിന് കാഴ്ചകളാണ് ഇനിയും കാണാനുള്ളത്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു കാഴ്ചയുമായി അടുത്ത അധ്യായത്തിൽ കാണാം.